ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈച്ചസ് പ്ലേ വേൾഡ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫിംഗർ ഇന്ന് ഉണ്ടാക്കാം, അതും എയർ ഫ്രയറിൽ വെച്ചിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഹമ്മൂർ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് പെപ്പർ പൗഡർ, ലെമൺ ജ്യൂസ്, ഗാർലിക് പൗഡർ, കുറച്ച് സോൾട്ട്, ഇതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. നല്ല ക്രിസ്പി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് എടുക്കുക, കുറച്ച് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മൈദ, പിന്നെ വേണമെങ്കിൽ സോൾട്ട് ഒരു തരി ഇടാം. ഇത് മിക്സ് ചെയ്തോടെ വയ്ക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ഇനി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഫിഷ് സ്ട്രിപ്സ് ഇതിൽ ഡിപ്പ് ചെയ്ത്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഞാൻ ഒഴിക്കാറുണ്ട്, ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ നേരത്തെ എയർ ഫ്രയറിൽ വെച്ചിട്ട് വറുത്തെടുത്ത പപ്പടം കേട്ടോ. ഒട്ടും ഓയിലില്ലാണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പപ്പടമൊക്കെ കിട്ടും. ചുട്ട പപ്പടം പോലെ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ പപ്പടമൊക്കെ മാറ്റി ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഫിഷ് സ്ട്രിപ്സ് പതുക്കെ വെച്ച് കൊടുക്കാം. എയർ ഫ്രയർ ഇല്ലാത്തവർക്കും ഈ സെയിം റെസിപ്പി വെച്ചിട്ട് തന്നെ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് സ്പൈസി താല്പര്യമുള്ളവർക്ക് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് മാരിനേഷനിൽ കുറച്ച് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്താൽ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് കിട്ടും. ഇവിടെ റേച്ചലിന് ഗാർലിക് സോസിലും ടൊമാറ്റോ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. കുറച്ച് ഓയിൽ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ 20 മിനിറ്റ്സ് ആണ്. അത് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്താൽ മതി. മറച്ചിടുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 15 മിനിറ്റ്സ് ആയി. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എക്സസ് ഓയിലൊക്കെ ഇതിൻ്റെ അടിയിലത്തെ ട്രേയിലാണ് വന്ന് കിടക്കുന്നത്. ഇതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ഐറ്റംസ് ഏതും ആവട്ടെ, ഓയിലില്ലാതെ തന്നെ നമുക്ക് ഇതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം. ഇതിന് ഗാർലിക് സോസിലോ ടൊമാറ്റോ സോസിലോ ഡിപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.